വണക്കം. സുസ്മേരവദനനും ലോക മണ്ണുണ്ണിയും പ്രപഞ്ച പരാജയവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി എടുത്ത് ഉടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞാൽ പല ആൾക്കാരും പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് BJP സ്പൈ ആണെന്നാണ്. അതായത് BJP കോൺഗ്രസ്സിൽ നിയോഗിച്ചിരിക്കുന്ന BJP സ്പൈ ആണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. ചില സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അങ്ങനെ തോന്നുന്നു, ഇയാൾ ഇത് എന്തോന്നാണ് ഈ കാണിക്കുന്നത്, ഇയാൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പാർട്ടി മൊത്തത്തിൽ ഇന്ത്യ മുന്നണി തന്നെ തകർന്ന് തരിപ്പണമായി പോലെ എന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നും. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി കയറിയ ശേഷം BJPക്ക് വച്ചടി കയറ്റമാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റേ ലൈനൊക്കെ എടുത്തിട്ട് നോക്കി ഏത് നിമിഷവും രാഹുൽ ഗാന്ധി കൊല്ലപ്പെടാമെന്നുള്ളത് അതിന് സമ്മതിക്കില്ല. കോൺഗ്രസ്സുകാരിനി രാഹുൽ ഗാന്ധിയെ തട്ടിക്കളയാൻ പദ്ധതി ഇട്ടാൽ പോലും BJPക്കാർ പ്രാണൻ കൊടുത്തും രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. ഇവൻ ഫാനി കെട്ടിത്തൂങ്ങിയ BJPക്കാർ അഴിച്ചിറക്കി CPR കൊടുത്ത് നേരെ ആശുപത്രി കൊണ്ടുപോകും. ഇതാണ് സത്യം പറഞ്ഞാൽ BJPക്ക് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ കയറിയ ശേഷം വച്ചടി കയറ്റം മാത്രമേ BJPക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഈ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താൽ പോലും യവന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാനും പോകുന്നില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കാനും പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ AI വീഡിയോ ഉണ്ടാക്കിയ ഒരു സുഡാപ്പിയെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ട് വെളുപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകവേദിയിൽ നിൽക്കുന്നു, ട്രംപ് വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ തുപ്പുന്നു. ആ തുപ്പലെടുത്ത് നരേന്ദ്രമോദി മുഖത്ത് തേക്കുകയാണ്. ഇത് ഒറിജിനൽ വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് ഇങ്ങനെ വിമർശിക്കുകയാണ്. കണ്ടാടാ നമ്മുടെ നാടിനെ നശിപ്പിച്ചു, രാജ്യത്തെ ഇങ്ങനെ കൊണ്ടെത്തിച്ചു, അങ്ങനെ കൊണ്ടെത്തിച്ചു, ഇതാണോടാ പ്രധാനമന്ത്രി. പിന്നെ അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. 6-ാം നൂറ്റാണ്ടിൽ കിടക്കുന്നതാണ്. അവന്മാർ ഇങ്ങോട്ടേക്ക് ബസ് പിടിച്ചെത്താൻ തന്നെ ഇനി ഒരു 10 നൂറ്റാണ്ട് എടുക്കും. അപ്പം നമ്മളൊരു 10 നൂറ്റാണ്ട് മുന്നിലോട്ട് പോകും. അതുകൊണ്ട് ഇവന്മാരോട് മൽപ്പിടുത്തത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവന്മാർ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടായാൽ മാത്രമല്ലേ ഇവന്മാരെ ഗൗനിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആ ആവശ്യവും വരുന്നില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. സവർക്കറെ രാഹുൽ ഗാന്ധി എപ്പോഴും എന്ത് ചെയ്യുമായിരുന്നു, വലിയ രീതിയിൽ വിമർശിക്കുമായിരുന്നു സവർക്കറെ. അങ്ങനെ സവർക്കറെ വിമർശിച്ച രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം എടുത്തിട്ട് കുടഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലടക്കം വീര സവർക്കർ എന്ന് കേൾക്കുമ്പോൾ കുരു പൊട്ടുന്ന ടീംസാണ് ഇവിടെ അതിഭീകരമായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ഈ വീര സവർക്കർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഈ ആളെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ ഒരാളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്ത് ഭഗത് സിംഗ് പോലെ വീര സവർക്കറെ അവരുടെ ബിംബമാക്കിയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെയോ പോയേനെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് പകരം യുവന്മാരെ കൂടെ ചേർന്ന് നിന്ന് വീര സവർക്കറെ എന്ത് ചെയ്യുകയായിരുന്നു, വീര സവർക്കറെ സമ്പൂർണ്ണമായിട്ട് തള്ളിപ്പറയുകയായിരുന്നു. അതുകൊണ്ട് BJP ഏറ്റെടുത്തു. പണ്ട് ഏതാണ്ട് നമ്മുടെ അനുശ്രീയുടെ അടുത്ത് നമ്മുടെ നികേഷ് കുമാർ ചോദിക്കുമല്ലോ, അതായത് ഈ ബാലഗോകുലത്തിൻ്റെ പരിപാടിക്ക് മാത്രം എന്തിനാണ് പോയി ഭാരതാബേൻ്റെ ഈ വേഷം കെട്ടുന്നത്, ആ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക്? അപ്പോൾ അനുശ്രീ പറയുന്നൊരു കാര്യമുണ്ട്, വേറെ ആരും അത് നടത്തുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ബാലഗോകുലത്തിന് പോകുന്നത്. നികേഷിൻ്റെ അണ്ണാക്കിലെ പിരിവെട്ടിപ്പോയി. അതുപോലെ അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസും ഒക്കെ തഴഞ്ഞിട്ടിരിക്കുന്ന നേതാക്കളെ BJP എടുത്ത് ഞങ്ങളുടെ നേതാക്കളാക്കി മാറ്റും. അത് ഈ പാർട്ടികളുടെ ഒരു ന്യൂനതയാണ് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലിനെയൊക്കെ ഇപ്പോൾ BJP എന്ത് ചെയ്തിരിക്കുന്നത്, ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിനെ അവരെടുത്തു കഴിഞ്ഞു. പിന്നെ നെഹ്റുവിനെ നമുക്ക് വേണ്ട, അത് വേറൊരു കാര്യം. മഹാത്മാഗാന്ധിയെ നരേന്ദ്രമോദി കോട്ട് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് എന്ന് നമുക്കറിയണ്ടേ. രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷക അവിടെ നിന്ന് വേർക്കെയായിരുന്നു. അമ്മച്ചാണ് അഴുവിപ്പോയി, ഭൂമി വളർന്ന് അന്തർദാനം ചെയ്തു പോയാലോ എന്ന് സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകന് തോന്നി. വീര സവർക്കർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ അറിയാമല്ലോ, എല്ലാ സുഡാപ്പികളും ഇന്ത്യൻ മാധ്യമങ്ങളെ കാട്ടിലും എനിക്ക് രാഹുൽ ഗാന്ധിയാണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരാണ്. ഇവന്മാരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതി പൊളിച്ചടിക്കിയാൽ മാത്രമേ എന്താകും, അതൊരു ഡോക്യുമെൻ്റായിട്ട് എല്ലാ കാലവും നമ്മുടെ ലൈം ലൈറ്റിൽ നിൽക്കൂ. ഇനി ഉള്ള ചർച്ചകളിലെല്ലാം സുപ്രീം കോടതി പോലും നിൻ്റെയൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഒരു വിലയും കൊടുക്കുന്നില്ലല്ലോടാ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് സവർക്കർ മാപ്പെഴുതിയ ഒരു വ്യക്തിയാണ്. ഈ സവർക്കറെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സവർക്കറെക്കുറിച്ച് പറയേണ്ടി വരും. യുവമാർ പറയുന്ന കാര്യം സവർക്കർ ഷൂ നക്കി എന്നാണ്. സവർക്കർ ഷൂ നക്കി എന്ന് യുവമാർ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കാലാപ്പാനിയിലെ മോഹൻലാലിൻ്റെ ഒരു സീനുണ്ട്. മോഹൻലാൽ ഷൂ നക്കുന്നൊരു സീനുണ്ട്. ഈ മോഹൻലാൽ യഥാർത്ഥത്തിൽ അതിനകത്ത് സവർക്കറായിരുന്നു എന്നാണ് യുവമാരുടെ വിചാരം. അത്രയ്ക്ക് മണ്ടയില്ലാത്ത മണ്ടപോയ തെങ്ങുകളാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. കാലാപ്പാനിയിൽ സവർക്കറുടെ വേഷമാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും അതിങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്ന സുഡാപ്പികളുണ്ട്. ഞാൻ എൻ്റെ ഒരു സുഡാപ്പി സുഹൃത്തുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടപ്പോൾ അവൻ വലിയ രീതിയിൽ ഈ കാര്യം പറയുകയാണ്.
അതായത് ഈ കാലാപ്പാനി എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു എന്ത് കണ്ടിട്ടില്ലേന്ന്. അതിൽ മോഹൻലാൽ ഷൂ നക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അതിന് എടാ മോഹൻലാൽ സവർക്കറായിട്ടല്ലേടാ വേഷം ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഉരുവിപ്പോയി. ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്തൊക്കെ എന്തൊരു സംസാരിക്കാനാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായിരുന്നാലും ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയോട് നമ്മുടെ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഭാരതം ആരാധിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ടുള്ള വീർ സവർക്കറെ രാഹുൽ ഗാന്ധി അപമാനിച്ച കേസിൽ വീർ സവർക്കറുടെ ചെറുമകനായിട്ടുള്ള സത്യകി സവർക്കറാണ് രാഹുൽ ഗാന്ധിയെ ചുരുട്ടിക്കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി കോടതിയിൽ സമർപ്പിക്കുന്നതും. രാഹുൽ ഗാന്ധിയെ ക്രോസ് വിസ്താരം നടത്തവേ ജഡ്ജിമാർ ചോദിച്ച പല ചോദ്യങ്ങൾക്ക് മുമ്പിലും രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകന് മറുപടിയില്ലായിരുന്നു. കിടന്ന് ഉരുളുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വീര സവർക്കറെ ബ്രിട്ടീഷുകാരോട് സ്ഥിരമായി മാപ്പപേക്ഷ നൽകുന്ന വീരൻ എന്നാണ് രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. അതായത് വീർ സവർക്കർ ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതുമ്പോൾ അതിൻ്റെ താഴെ, അതായത് ജയിലിൽ കിടന്ന് കത്തെഴുതുമ്പോൾ അതിൻ്റെ താഴെ യുവർ ഒബീഡിയൻറ്റ് സർവൻറ്റ് എന്നുള്ളൊരു കോട്ട് കൂടെ വയ്ക്കും. ഇങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയല്ല, പക്ഷേ ഇങ്ങനെ ഒരു കോട്ട് കൂടെ, അതായത് അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ടുള്ളൊരു കോട്ട് കൂടെ വയ്ക്കും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് വീര സവർക്കർ ബ്രിട്ടീഷുകാരുടെ അനുയായിയായിരുന്നു എന്നവന്മാർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഉണ്ടല്ലോ, നമ്മുടെ മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് പ്രഭുക്കന്മാർക്കും വൈസ്രോയിമാർക്കും അയച്ച 12 കത്തുകൾ സുപ്രീം കോടതി എടുത്ത് മുമ്പിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു നോക്ക്. അപ്പം അഭിഭാഷകൻ നോക്കി കൊള്ളാം, നല്ല കത്ത്. അല്ല, അതിൻ്റെ താഴെ നോക്ക് നീ. അതിൻ്റെ താഴെ മഹാത്മാഗാന്ധിയും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ഈ കത്ത് എടുത്തു വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വക്കീലായിട്ടുള്ള അഭിഷേക് മനു സിംഘ്വിയോട് ചോദിച്ചു. ബെസ്റ്റ് അഭിഷേക് മനു സിംഘ്വിയാണ് ഇത് വാദിക്കുന്നത്. എന്തായിരുന്നാലും അപകീർത്തികരമായിട്ടുള്ള കേസിൽ മാനനഷ്ടത്തിന് കേസ് നേരിടുന്ന രാഹുൽ ഗാന്ധിക്ക് കൊലക്കയർ കിട്ടാതിരുന്ന ഭാഗ്യം. എന്തായാലും ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് അയച്ച ഓരോ കത്തിൻ്റെയും അവസാനം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നിങ്ങളുടെ വിശ്വസ്തനായിട്ടുള്ള സേവകൻ, യുവർ ലോയൽ സർവൻ്റ് എന്ന് എഴുതിയിരിക്കുന്നുവെന്നതും ബ്രിട്ടീഷുകാരിൽ നിന്ന് പ്രതിമാസം 1200 രൂപ ശമ്പളം കൈപ്പറ്റിയിരുന്നുവെന്നതും താങ്കളുടെ കക്ഷിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് അറിയാമോ എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത് എന്നായിരിക്കും സത്യം പറഞ്ഞാൽ അവിടെ അഭിഷേക് മനു സിംഘ്വി നിന്ന് ആലോചിച്ചത്. ഈ ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതുമ്പോൾ അത് അന്നത്തെ ഒരു നിയമമാണ്. ആ കത്തെഴുതുമ്പോൾ അതിൻ്റെ താഴെ യുവർ ലോയൽ സർവൻ്റ് എഴുതും. ഈ ഇടയ്ക്ക് നമ്മുടെ മൈത്രേനൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് നമ്മുടെ ജനാധിപത്യമാണിത്. ഈ ജനാധിപത്യത്തിൽ നമ്മൾ ഈ വില്ലേജ് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഏറ്റവും അവസാനം താഴ്മയായി അപേക്ഷിക്കുന്നു എന്നെഴുതേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് മൈത്രേയൻ പറയുന്ന സെറ്റപ്പില്ലേ? അത് അവിടുത്തെ ഒരു ഫോർമാറ്റാണ്. ഈ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് നമ്മൾ എഴുതുമ്പം നമ്മൾ ആ തഹസിൽദാരുടെ വീട്ടിലെ അടിമയാണ് എന്നതിന് അർത്ഥമില്ല. പക്ഷേ അതൊരു ഫോർമാറ്റാണ് ജനാധിപത്യത്തിൽ എന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം അത് അനുവർത്തിച്ച് പോരുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. അതുപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ അതിൻ്റെ താഴെ എല്ലാ കത്തിൻ്റെ അവസാനം യുവർ ലോയൽ സർവൻ്റ് എന്ന് എഴുതും. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും ഒരു കത്തെഴുതാനുള്ള ഒരു ലെറ്റർ എഴുതാനുള്ള ഒരു ഫോർമാറ്റിൽ ഏറ്റവും അവസാനം ഫോർമൽ ലെറ്റർ ആണെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ധനുഷ് ദേവൻ BS അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഗോപാലകൃഷ്ണൻ എന്നൊക്കെ വയ്ക്കും. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞാൽ താങ്കളുടെ വിശ്വസ്തനായിട്ടുള്ള സേവകൻ എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അതൊരു ഫോർമാറ്റാണ്. അയാൾക്ക് കൊടുക്കുന്നത് റെസ്പെക്റ്റാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അത് വയ്ക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സാധനം മഹാത്മാഗാന്ധി എഴുതിയപ്പോഴും അതിൻ്റെ താഴെയുണ്ട്. ഇനി നെഹ്റു എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയും കാണും. പോരാത്തതിന് മഹാത്മാഗാന്ധി 1200 രൂപ പ്രതിമാസം ശമ്പളമായി ബ്രിട്ടീഷുകാരിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു എന്നുള്ളൊരു രേഖ കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ രാഹുൽ ഗാന്ധി കാണുന്നില്ലേ എന്നാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് സുപ്രീം കോടതി ചോദിച്ചത്. അതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ എണ്ണ പിണ്ണാക്ക് രണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ബ്രിട്ടീഷുകാരുടെ ഒരു സേവകനായും തൽഫലമായി രാജ്യദ്രോഹിയായും കണക്കാക്കേണ്ടി വരില്ലേ ഇങ്ങനൊരു കത്ത്? ഈ 12 കത്തുണ്ട്, ഈ 12 കത്ത് നോക്കിയാൽ എന്നാണ് അഭിഷേക് മനു സിംഘ്വിയോട് സുപ്രീം കോടതി ചോദിച്ചത്. അവൻ പഴം വിഴുങ്ങിയതുപോലെ അവിടെ നിൽക്കുന്നതല്ലാതെ ഇവൻ്റെ വായിൽ നിന്ന് കമാശിമ എന്നൊരു അക്ഷരം വന്നിട്ടില്ല. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വീർ സവർക്കറുടെ ധീരതയെ പുകഴ്ത്തിക്കൊണ്ട് കത്തുകൾ എഴുതിയിരുന്നു. രാഹുൽ ഗാന്ധി തൻ്റെ അമ്മുമ്മയെ ഇന്ദിരാഗാന്ധിയുടെ കാഴ്ചപ്പാടിനെ തെറ്റായി സമ്മതിക്കുമോ? ഇന്ദിരാഗാന്ധി വീര സവർക്കറെ ഭാരതത്തിൻ്റെ വീരപുത്രനാണ് വീര സവർക്കർ എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി വീര സവർക്കർക്ക് വേണ്ടി. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മ, അതായത് ഇവിടെ കിടന്ന് സുഡാപ്പികൾ കിടന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ, ഇന്ദിരാഗാന്ധിയോളം വരില്ലടാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന യവന്മാർ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അതേ ചോദ്യം രാഹുൽ ഗാന്ധിയോടും സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. വലിയ ഗുണമൊന്നുമില്ല, ഇതൊക്കെ നമ്മളിവിടെ കിടന്ന് യവന്മാരോടെല്ലാം ചോദിക്കുന്നത് തന്നെ. അപ്പോൾ യവന്മാരെല്ലാം ഭ്രൂണം ഗർഭിണി ശൂലം എടുത്ത് നരേന്ദ്രമോദി ഗർഭിണിൻ്റെ വയറ്റിൽ കുത്തി ഭ്രൂണം പുറത്തെടുത്ത് കർഷക സമരത്തിനിടയിലോട്ട് മോദി ഓടിക്കയറി എന്നൊക്കെയാണ് യവന്മാർ വാലും തലയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെ അഭിഷേക് മനു സിംഘ്വിയോട് ചോദിച്ചപ്പോഴും അപ്പോഴും അഭിഷേക് മനു സിംഘ്വി ഒന്നും മിണ്ടാതെ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ നിൽക്കുകയായിരുന്നു. നമ്മുടെ ആദരണീയനായ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്നും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ
വിട്ടുനിൽക്കണം എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വീർ സവർക്കറെ അപമാനിച്ച കേസിൽ രാഹുൽ ഗാന്ധിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന വീർ സവർക്കറുടെ ചെറുമകൻ സത്യകി സവർക്കർ നൽകിയ ഈ ഹർജിയിൽ സുപ്രീം കോടതി വാദം കേൾക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ലൈൻ എടുക്കാം. ഏതാണ്? സംഘി കോടതിയാണിത്. കോടതി മുഴുവൻ നരേന്ദ്രമോദി വിലക്കെടുത്തിരിക്കുകയല്ലേ. ഈ കോടതി ജഡ്ജിമാരുടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കാണ്ടമായിട്ടാണ് ചാക്ക് കണക്കിന് പണം പിടിക്കുന്നത് എന്നൊക്കെയുള്ള ലൈന് വേണമെങ്കിൽ ഇനി നമുക്ക് എടുത്ത് മുന്നിലോട്ടിടാം. അല്ല, ഇത് തന്നെയായിരിക്കും ഇനി മുന്നിലോട്ട് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ സുപ്രീം കോടതി ജഡ്ജി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ ഗാന്ധിക്ക് മറുപടി ഇല്ലായിരുന്നു എന്നുള്ള ഫാക്റ്റ് അവിടെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള യുവമാർ ഈ വാര്യം കുന്തം എന്നൊക്കെ പറയുന്ന കുറേ പന്ന ഫ്രാഡുകളുണ്ട്. യുവമാരെ കഥയൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞുകൊണ്ടല്ലോ അഴുക്കച്ചിറക്കാൻ തന്തേക്കാ മോശം എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള യുവമാർക്ക് കൂറെന്ന് പറയുന്നത് ആരോടായിരുന്നു? ഖലീഫയോടായിരുന്നു. ഏത്? തുർക്കി ഭരിച്ചിരുന്ന ഖലീഫ. അവിടെയാണല്ലോ യവമാർ, അവൻ്റെ കഷത്തിൻ്റെ ഇടയിലാണ് യവമാരെ മറ്റേ സെറ്റപ്പ് ഇരിക്കുന്നത്. അങ്ങനെ ഖലീഫയോട് കൂറുള്ളത് കൊണ്ട് തന്നെ യവമാർ എന്ത് ചെയ്തു? ആ തുർക്കിയുമായിട്ട് ബ്രിട്ടീഷുകാർ ഉടക്കിയപ്പോഴാണ് യവമാർ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ കിടക്കുന്നത്. ആഹാ, നമ്മുടെ ഖലീഫയ്ക്കെതിരെ പറയുന്നു എന്ന് പറഞ്ഞാണ്. അല്ലാതെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടല്ല യവമാർ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഖലീഫയെ എതിർക്കുന്നോടാ എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പം നിങ്ങൾക്ക് തോന്നും പിന്നെ അങ്ങനെയൊക്കെ ഇറങ്ങും ഇവർ, അങ്ങനെയൊന്നും അവർ ഇറങ്ങില്ല, അത് നമ്മുടെ രാജ്യമല്ലേ എന്നൊക്കെ ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള ചില ആൾക്കാർക്ക് തോന്നും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കും. ഇറാനിൽ അയത്തുള്ള അലി ഖമേനി ചത്തപ്പം ഇറാനിലുള്ള ആൾക്കാർ പൊട്ടിച്ചിരിച്ചു. ഇവിടെയുള്ള യവമാർ കരഞ്ഞു മെഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതെന്തിനായിരുന്നു? പാകിസ്ഥാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ചില സുഡാപ്പികൾ കരഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതെന്തിനായിരുന്നു? ആഗോളതലത്തിൽ, അതായത് ഈ മതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ അവർക്ക് സാഹോദര്യം മാത്രമേ ഉള്ളൂ. എവിടെ ഒരു മുസ്ലിമിന് നൊന്താലും ഇവർക്ക് നോവും എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ ഇവർക്ക് എന്തില്ല? രാജ്യങ്ങളുടെ അതിർവരമ്പുകളില്ല. ഒരു മുസ്ലിം രാഷ്ട്രമാണോ ഞാൻ അതിൻ്റെ കൂടെയാണ് എന്നുള്ള ടൈപ്പിലാണ് സുഡാപ്പികൾ കയറി നിൽക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതല്ലാതെ നല്ല മുസ്ലിങ്ങളും ഉണ്ട്. അവന്മാർ യുവന്മാരെ പേടിച്ച് വായും പൊത്തിയിരിക്കുകയാണ്. അവന്മാരിനി വല്ലതും എടുത്ത് പറയണം. വല്ലതും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ കഴുത്തും കണ്ടിച്ച് കൈയും വെട്ടിക്കളയും. അതുകൊണ്ടാണ് നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ മിണ്ടാതെ ഇരിക്കുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങളെങ്കിലും ഒന്ന് സംസാരിക്കൂ, അതായത് നിങ്ങളെങ്കിലും ഒന്ന് സംസാരിക്കൂ. യുവന്മാർക്കെതിരെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് സംസാരിക്കണമെന്നുണ്ട്. അവരൊരു വലിയ ഭൂരിപക്ഷമാണ് അതിനകത്ത്. പക്ഷേ ഈ മത നേതൃത്വം എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെ മുകളിൽ നിൽപ്പുണ്ട്. ഈ മത നേതൃത്വത്തെ തകർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ജോബാണ്. അത് പുറത്തു നിന്നും നടക്കില്ല, അത് അകത്തു നിന്ന് തന്നെ വരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ എങ്ങനെയാണ് പല ആൾക്കാരും തകർത്തത്? അത് ഹിന്ദു മതത്തിനകത്ത് നിന്നുള്ള റിഫോംസിലൂടെയാണ് അത് തകർന്നു പോയത്. ഹിന്ദു മതത്തിനകത്ത് നിന്നാണ് ഇതിനെതിരെയുള്ള സ്വരങ്ങൾ ഉയർന്നു വന്നത്. അങ്ങനെയാണ് തകർന്നത്. ഇപ്പോഴും ഉയരുന്നുണ്ട്, ഇനിയും ഭാവിയിൽ അത് ഉയരുക തന്നെ ചെയ്യും. എന്തെങ്കിലും ഒരു അനാചാരങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനെ ആദ്യം ഹിന്ദു മതത്തിനകത്ത് വിമർശിക്കുന്നത് ഹിന്ദുക്കളായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് ഇതൊക്കെ ഉയർന്നു വരുന്നത്. പോരാത്തതിന് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഇന്ന് ക്രിസ്ത്യാനിറ്റിക്കകത്തുള്ള ഈ വലിയ രീതിയിലുള്ള അനാചാരങ്ങളെ ജനങ്ങൾ ചോദ്യം ചെയ്ത് അവർ എത്തീസ്റ്റായി മാറുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ എത്തീസ്റ്റായി മാറി അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ യവന്മാർ വാളെടുക്കും അല്ലെങ്കിൽ തോക്കെടുക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അവരും വായും പൊത്തിയിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, അപ്പോൾ അങ്ങോട്ട് മാറിയിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേണമെങ്കിൽ ഒരു ബോണസ് വാർത്ത കൂടെ പറഞ്ഞു തരാം. നമ്മുടെ അംബാനി അദാനി ഉണ്ടല്ലോ, അംബാനിയുടെ കല്യാണത്തിൽ നരേന്ദ്രമോദി പോയെന്ന് പറഞ്ഞ് മുണ്ടൂരി തലയെ കെട്ടിയവനാണ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി അംബാനിയുടെ, അതായത് ഒരു വമ്പൻ കോർപ്പറേറ്റിൻ്റെ കല്യാണത്തിന് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് മുണ്ടൂരി തലയെ കെട്ടി. കഴിഞ്ഞ ദിവസം നമ്മുടെ സമാജ്വാദി പാർട്ടിയുടെ ഒരു MP കല്യാണത്തിന് രാഹുൽ ഗാന്ധി, അംബാനിയും ഉണ്ടായിരുന്നു അദാനിയും ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി അതിൻ്റെ കൂടെ കയറി ആ കല്യാണത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ജസ്റ്റ് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ ഈ വാർത്ത കിട്ടും. ഇത് ബോണസ്. പല മണ്ടത്തരങ്ങളിൽ ഒരു മണ്ടത്തരം. അപ്പോൾ ശരി.